എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഈസ്റ്റേൺ രുചിയോണത്തിന്റെ രുചിയേറിയ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈസ്റ്റേൺ രുചിയോണം പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ. അപ്പൊ പതുപോലെ തന്നെ ഇന്നൊരു വെറൈറ്റി ഡിഷായിട്ട് ഓണസദ്യയിലെ ഏറ്റവും അടിപൊളി ഒരു ഡിഷ് തയ്യാറാക്കാനായിട്ട് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മലയാളത്തിന്റെ പ്രിയ ഗായിക മഞ്ജരി ചേച്ചി. നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സുഖമായിട്ടിരിക്കുന്നു. ചേച്ചിക്ക് സുഖാണോ? സുഖമായിരിക്കുന്നു. സുന്ദരിയായിട്ടുണ്ട് ചേച്ചി, നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ പ്രഷറോട് പറഞ്ഞില്ല എന്താ ചേച്ചി ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഞാനൊരു അവിയൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അവിയൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്റെ അമ്മ ഉണ്ടാക്കി വിജയിച്ച അവിയലിന്റെ ഒരു റെസിപ്പിയാണ്. അപ്പൊ ചേച്ചി, ഞാൻ സ്വർണ്ണത്തലേക്ക് അവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് പ്രേക്ഷകർക്ക് അവിയലിന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുക്കാം. പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് അവിയൽ എന്താണെന്നും അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ എന്നാലും കുക്ക് ചെയ്യുന്ന ജെൻസി കിഡ്സ് ആൽഫ എല്ലാ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഉപകാരപ്പെടട്ടെ. അതെ, മറ്റൊന്നുമല്ല, ക്യാരറ്റ്, വെള്ളരിക്ക, ചേന, മുരിങ്ങ, പിന്നെ ബീൻസ്, പടവലങ്ങ, അരപ്പ്. ഇതിലൊരു അരപ്പ് ചേർക്കുന്നുണ്ട്. ആ അരപ്പിന് വേണ്ടുന്ന തേങ്ങ, ജീരകം. ചില ആൾക്കാർ ജീരകമാണ് ചേർക്കുന്നത്. ഞാൻ ജീരകപ്പൊടിയായിട്ടാണ് ചേർക്കുന്നത്. ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, തൈര് എല്ലാം ഉണ്ട്. പച്ചമുളകും ഉണ്ട്. പിന്നെ ഏറ്റവും വാസനയുള്ള കറിവേപ്പില. യെസ്, കറിവേപ്പില നിർബന്ധം. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ഇനി കത്തിച്ചാലോ? കത്തിക്കാം. ഓക്കെ, ഓണാക്കട്ടെ. ഓണാക്കൂ. യുദ്ധം തുടങ്ങാം. അപ്പൊ നമ്മളിതേ സ്വർണ്ണ തളികയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് തുടങ്ങും. ഐശ്വര്യമായിട്ട് തുടങ്ങും. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മള് അവിയലില് പൊതുവെ എല്ലാവരും വെള്ളം ചേർത്ത് ഇട്ടുള്ള അവിയലാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇത് ഞാൻ വെള്ളം ചേർക്കാത്തൊരു അവിയലാണ്. കാരണം ആ വെജിറ്റബിൾസിന്റെ തന്നെ ആ വെള്ളം ഇങ്ങനെ ഊർന്ന് വന്ന് അതിൽ കുക്ക് ആയിക്കോളും. അപ്പൊ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല. പക്ഷെ രുചി നമ്പർ 1 ആയിരിക്കും. രുചി നമ്പർ 1 ആയിരിക്കും. അതെ, പോരട്ടെ. ഞാൻ ഇപ്പൊ തന്നെ കഴിക്കാൻ റെഡി ആയി. ഇപ്പൊ കഴിക്കാൻ പറ്റില്ല. എണ്ണ എടുത്തൊഴിച്ചാലോ? പറയണേ ചേച്ചി. സ്റ്റോപ്പ്. മതി. കറിവേപ്പില ഇട്ടൊന്ന്. എണ്ണ ഒഴിച്ചു. കറിവേപ്പില ഇതിലെ ഇനി നമ്മൾ നേരെ നമ്മുടെ വെജിറ്റബിൾസ് ഇതിലോട്ട് ചേർക്കുകയാണ്. ഓക്കെ, ക്യാരറ്റ്, ബാക്കിയല്ല, ചേന എല്ലാം എടുത്തേക്കാം. ഓക്കെ, എല്ലാം ഇട്ടു. എല്ലാം ഇടുവാണേ. എല്ലാം ഇട്ടോളൂ. എല്ലാം ധൈര്യമായിട്ട് ഇട്ടു. ഓക്കെ, മുരിങ്ങാക്കോളി ഇടുവാണേ. ഇതെന്താ? അത് പടവലങ്ങ. പടവലങ്ങ. യെസ്, വെള്ളരിക്കയാണ് മെയിൻ. ഓക്കെ, കായ ഇടട്ടെ. കായ ഇട്ടോളൂ. എല്ലാം അവിയൽ ഇപ്പൊ ഉണ്ടാക്കുമ്പോ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് അങ്ങ് പാടി. എനിക്ക് ഓണക്കാലാകുമ്പോഴത്തേക്ക് എല്ലാരും പൊതുവെ പാടുന്ന ഒരു പാടാൻ മാത്രമല്ല ഡാൻസും റീൽസും ഒക്കെ വരുന്ന ഒരു സംഭവമാണ്. ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരൊളി കണ്ടേനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളിത്തോളും പുന്നച്ചേല്. കുറച്ച് ഉപ്പ് ചേർക്കാം. കരിമ്പുവില്ലത്ത പടത്തലവാളെടുത്ത് കുറച്ച് മഞ്ഞപ്പൊടി കൂടെ നമുക്ക് ഓക്കെ ഇതിലേക്ക് ചേർക്കാം. ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി. നമുക്ക് ആദ്യം ഇത് അടച്ചു വെക്കാം. അടച്ചു വെക്കാം. ഇത് വേവട്ടെ അല്ലെ? വേവട്ടെ, ടൈം എടുക്കും. അപ്പൊ നമുക്കിനി ബാക്കി അരപ്പ് ചേർക്കാം. അപ്പൊ അരപ്പിന് വേണ്ടത് തേങ്ങ, പിന്നെ ഒരു മുളക് കീറിയത് ഇടാം. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ എരിവായിരിക്കും. കുറച്ച് തൈര്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ജീരകമാണ് ചില സ്ഥലങ്ങളിൽ ചേർക്കുന്നത്. എനിക്ക് ജീരകം അങ്ങനെ ചില ആൾക്കാർക്ക് അത് കടിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. ഞാൻ ജീരകം പൊടിച്ചിട്ട് കുറച്ച് ജീരകപ്പൊടി ചേർത്തിട്ടാണ് അത് അരയ്ക്കുന്നത്. നമുക്ക് അരയ്ക്കാം. അങ്ങനെ അവിയൽ ഇതേ ഹാഫ് കുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി എല്ലാം, വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഇട്ടതെല്ലാം അത്യാവശ്യം കുക്കായല്ലേ? അതെ, ചൂടാ. ഇത് പിടിച്ചു. ഓക്കെ, ഞാൻ പിടിക്കാം. നീ സ്വർണ്ണ താളികയിൽ ഇനി നമുക്ക് അവിടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. നല്ല ചൂടായി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് അവിയലിലോട്ട് അങ്ങ് ചേർക്കാം. ഓക്കെ. അമ്മ നല്ലോണം ഫുഡ് ഉണ്ടാക്കും. ചേച്ചിയുടെ അമ്മ? എന്റെ അമ്മ നല്ലപോലെ ഫുഡ് ഉണ്ടാക്കും. എന്റെ അമ്മ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത് എന്റെ അച്ഛന്റെ അമ്മ നല്ലപോലെ ഫുഡ് ഉണ്ടാക്കും. അപ്പം അവിടെ നിന്നാണ് എന്റെ അമ്മ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത്. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
കുറച്ച് കരിവേപ്പില എടുക്കൂ ഉത്തമ കുറച്ച് കരിവേപ്പില എടുക്കൂ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ ലാസ്റ്റ് ഇനി ഗാർണിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതില് നല്ല പോലെ കറിവേപ്പില ഇടാം. എല്ലാം ഇടാം. കറിവേപ്പില എത്ര ഇടുന്നോ അത് അത്രയും രുചിയാണ്. പിന്നെ ദഹനത്തിന് വളരെ നല്ലതാണ്. അപ്പം കറിവേപ്പില ഇതിന്ന് എടുത്ത് പൊതുവെ ഇതിന്റെ ഒരു സ്വാദ് കഴിയുമ്പോൾ എല്ലാവരും എടുത്ത് കളയാറാ പതിവ്. പക്ഷെ നമുക്ക് കഴിക്കുന്ന വളരെ നല്ലത്. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ അതായത് ഇതിലെടുക്കാം. ജസ്റ്റ് അവസാനം കുറേശ്ശെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു. ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈസ്റ്റേൺ രുചിയോണത്തിന്റെ അവിയല് മഞ്ജരി ചേച്ചി നമുക്ക് വേണ്ടി തയ്യാറാക്കിയ സ്പെഷ്യൽ അവിയലാണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കി ഇനി നമുക്ക് മഞ്ജരി ചേച്ചിയുടെ അവിയല് സെർവ് ചെയ്യാം. ഓക്കേ, യെസ്, അങ്ങനെ ചൂട് സെർവ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. നോക്കട്ടെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈസ്റ്റേൺ രുചിയോണം പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിൽ ഇന്ന് മഞ്ജരി ചേച്ചി നമുക്ക് വേണ്ടി അടിപൊളി സെർവ് ചെയ്തിരിക്കുന്ന അവിയൽ. ഓക്കെ, അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ടേസ്റ്റിംഗ് ഒക്കെ അവിയൽ കൈ കൊണ്ട് അങ്ങ് എടുത്ത് കഴിക്കണം. അപ്പൊ കൈ കൊണ്ട് എടുത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കഴിക്കാണ്. ഒരു പിടി അങ്ങ് പിടിക്കുക. അപ്പൊ തീർന്നിട്ടില്ല. അപ്പൊ ഇത്രയും അടിപൊളിയായിട്ട് അവിയൽ ഉണ്ടാക്കി തന്നു. എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും പാട്ടുപാടി തന്നു. ചേച്ചിക്ക് ഒരു സമ്മാനം ഈസ്റ്റേന്റെ വക. ഈസ്റ്റേൺ ഈ ഓണവും മധുരിക്കട്ടെ. നാളെ ഒരു പുതിയൊരു വിഭവവും പുതിയൊരു ഗസ്റ്റുമായിട്ട് ഈസ്റ്റേൺ രുചിയോണം പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിൽ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പൊ ചേച്ചി നമുക്ക് പറഞ്ഞാലോ, അമൃത TV ഓണം വന്നേ. രുചിയോണം അമൃതതൻ രുചി